പോകേണ്ട സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഏതാണ്ട് ചെറുപ്രായം മുതൽ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിൻ്റെ മോഹത്തിൽ അതീതനായി ചില അതേ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തന മേഖലകളിൽ ആകാശത്തേക്ക് മുഷ്ടിയുദ്ധം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു കാലഘട്ടം. എൻ്റെ നല്ല ആരോഗ്യമുള്ള സമയങ്ങളൊക്കെ അതേ രാഷ്ട്രീയ പാർട്ടിയിൽ അവർ ആർജിച്ചെടുക്കുവാനും ചോർത്തിയെടുക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും തെരുവോണുകളിൽ നിന്നുകൊണ്ട് മല്ല് പിടിക്കുന്ന ഷണ്ടയുണ്ടാക്കുന്ന ഒരു വ്യക്തിയായി നാടിന് അപമാനമായി കൊണ്ട് ജീവിച്ച ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ കേരളത്തിൻ്റെ വിവിധ തെരുവോടുകളിലൂടെ യാത്ര ചെയ്തിട്ടുള്ള താമസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ചെറുപ്രായം മുതൽ തന്നെ കളരി അഭ്യാസം പഠിപ്പിക്കുകയും മർമ്മ ചികിത്സകളും മർമ്മത്തെ പറ്റിയും വ്യക്തമായ അറിവും ചികിത്സകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ മനുഷ്യന്റെ ശരീരത്തിലെ 108 മർമ്മങ്ങൾ, തൊടുമർമ്മങ്ങൾ 97, പടുമർമ്മങ്ങൾ 12, 72,000 നാടിഞരമ്പുകളും 206 അസ്ഥിക്കകത്ത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അതേ ജീവിയായി 2 കാലുകളിൽ ഊന്നി നിൽക്കുന്ന മനുഷ്യൻ, അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന നാഡീവ്യൂഹങ്ങളിലൂടെ അസ്ഥികളിലൂടെ ജീവിക്കുന്ന മനുഷ്യൻ, അങ്ങനെ അഹങ്കാരിയായി തീരുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു വലിയൊരു വായു വിലങ്ങിയാൽ മനുഷ്യന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത സാഹചര്യം, കൊറോണയുടെ സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. കൊറോണ വന്നപ്പോൾ ആരോഗ്യമുള്ള ദൃഢദാക്ഷരായിരിക്കുന്ന മനുഷ്യർ നമുക്കറിയാം, ഒരു കമ്പ് കുത്തി നടക്കാൻ കഴിയാതെ കട്ടിലിൽ കിടന്ന സാഹചര്യം. എന്തിനു പറയണം, അങ്ങനെ അഹങ്കാരങ്ങൾ തലയ്ക്ക് പിടിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഞാൻ നടന്നിട്ടുണ്ട്. അവൻ ചെറുപ്രായം മുതൽ തന്നെ കഞ്ചാവിനും മദ്യത്തിനും അടിമപ്പെട്ടുകൊണ്ട് തെരുവോരങ്ങളിലൂടെ ബഹളം വെച്ച് അരയിലൊരു കത്തി തിരുകിക്കൊണ്ട് മറ്റുള്ളവനെ ഒന്ന് പറഞ്ഞ് രണ്ടാത്തിന് ഇപ്പുറമായിട്ട് കത്തിയെടുത്ത് ഓങ്ങുന്ന സാഹചര്യങ്ങൾ, ഒരു വണ്ടി പോലീസും 2 വണ്ടി പോലീസും പെരകി ചുറ്റിനും നടക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് പകൽക്കാലം ഞാൻ ഓർക്കുകയാണ്. ഏതെങ്കിലും ഒരു കണ്ണൂരിന്റെ ജയിലിനകത്തോ, മലപ്പുറത്തിന്റെ ജയിലിനകത്തോ, തമിഴ്നാടിന്റെ ജയിലിനകത്തോ, ബോംബെയുടെ തെരുവോരങ്ങളിലെ ജയിലിനകത്തോ, പത്തനംതിട്ടയുടെ ജയിലിനകത്തോ ഞാൻ അകപ്പെടേണ്ട വ്യക്തിയാണ്. കാരണമൊക്കെയും ഞാൻ അവിടെയൊക്കെയും യാത്ര ചെയ്തുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന ബിസിനസ് മേഖലകളിലും വഴക്കിനും വയ്യാവേലിക്കും പണത്തിനു വേണ്ടി തല്ലാനും കൊല്ലുവാനും പോയിരിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മുൻപോട്ട് പോയ ഒരാളാണ്. ഇന്ന് പകൽക്കാലം അതിനൊക്കെ പേര് പറയുന്നതാണ് കൊട്ടേഷൻ സംഘം എന്നൊക്കെ പറയാറുണ്ട്. അന്ന് കാശ് വാങ്ങിക്കൊണ്ട് ആരെയും ഉപദ്രവിക്കുവാൻ പോകുന്നതായ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എന്തിനാണ് ഇതിവിടെ നിന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകളെ നോക്കുമ്പോൾ 10 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും അരയിലോ പോക്കറ്റിലോ ബാഗിനകത്തോ കഞ്ചാവും മയക്കുമരുന്നുമായി കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, 9 മാസം ചുമ്മി നടക്കുന്ന അമ്മയുടെ ഉദരത്തെ തൊഴിച്ച് താടിയിടുന്ന സാഹചര്യങ്ങൾ, പ്രാകൃതമായ അവസ്ഥകൾ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനെന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. വേദപുസ്തകം പറയുകയാണ്, അത് നോക്കിക്കേ, നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ, മൃഗത്തിന് പോലും ചെയ്യാത്ത, മൃഗം പോലും അറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെയൊക്കെ സ്വഭാവം? ഈ സ്വഭാവം പാപത്തിന്റെ സ്വഭാവമാണ്. എൻ്റെ ജീവിതത്തിൽ പാപത്തിന്റെ ഈ സ്വഭാവം എന്നെ കാർന്നു നിന്നുകൊണ്ടൊരു ക്യാൻസർ പോലെ എന്നെ കാർന്നു നിന്ന് എൻ്റെ ദേശത്ത് അപമാനമാക്കിക്കൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ തെരുവോരങ്ങളിലൂടെ വാഹനം ഓടിച്ച് മുന്നോട്ട് പോയ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ആരും ഒരു കൂടപ്പുറപ്പ് പോലും വന്നൊരു നല്ല ഗുണദോഷം പറഞ്ഞു തന്നു, മകനെ നീ അത് ചെയ്യരുതെന്ന് പറയുവാൻ ആരും എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാറില്ല. കാരണം അവർക്ക് ഭയമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിനിപ്പുറമായി ദേഷ്യപ്പെട്ടുകൊണ്ട് അവരെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായി ഞാൻ മുൻപോട്ട് മാറിയ സാഹചര്യം. ഇന്ന് പകൽക്കാലം വളരെ വേഗത്തിൽ പറയട്ടെ, എൻ്റെ ജീവിതത്തിനൊരു മാറ്റം തന്ന, എൻ്റെ ജീവിതത്തിനകത്ത് ഒരു മൂല്യം തന്ന, എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ലക്ഷ്യബോധം തന്ന ഒരു വ്യക്തിയെ ഞാൻ ഇവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുമ്പോൾ 3 അക്ഷരങ്ങൾ കൊണ്ട്, ഏതെങ്കിലും അക്ഷരമാലകൾ കൊണ്ട് എഴുതിയെടുത്തതാണ് ഒരു തോന്നലുണ്ടല്ല. സുവിശേഷം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നതല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാളിൽ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശുക്രിസ്തുവാകുന്നു ഈ സുവിശേഷം. ഈ സുവിശേഷം എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെയും അന്ധകാരം മാറിയിട്ടുണ്ട്. ഈ സുവിശേഷം ആരുടെയൊക്കെ ഹൃദയത്തിൽ കയറിയിട്ടുണ്ടോ അവരൊക്കെയും മനുഷ്യനായി തീർന്നിട്ടുണ്ട്. ഈ സുവിശേഷം എവിടെയൊക്കെ ഏതെല്ലാം ഭവനത്തിൽ ചെന്നിട്ടുണ്ടോ ആ ഭവനത്തിനകത്ത് അസമാധാനം മാറി സമാധാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു പരമയാഥാർത്ഥ്യമാണ്. ഇന്ന് പകൽക്കാലം സഹോദരങ്ങളെ, എൻ്റെ മിത്രങ്ങളെ, യേശുക്രിസ്തുവിലൂടെ നമുക്ക് സമാധാനം തരുവാൻ കഴിയുള്ളൂ. നമുക്കറിയാം, ഈ ലോകം തരുന്ന സമാധാനവും മദ്യവും മയക്കുമരുന്നുമാണ്. എന്നാൽ ഈ ലോകത്തിന് തരാൻ കഴിയാത്ത ഒരു സമാധാനം യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനം നമുക്കറിയാം മദ്യവും മയക്കുമരുന്നുമാണ്. അല്പസമയത്തേക്ക് മാത്രമായി സിരകളിൽ പിടിച്ചിട്ട് അവന്റെ അല്പസമയം അബോധാവസ്ഥയിൽ അവൻ യാത്ര ചെയ്യുന്ന സാഹചര്യം. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ അകത്തേക്ക് വന്നാൽ ഇവിടെ മാത്രമല്ല, നിങ്ങൾ മരിച്ചതിന് ശേഷമായിട്ട് ഒരു നിത്യ
നിത്യത നിങ്ങൾക്കുണ്ട്, ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇവിടെ വഴി തുറന്നു തരുന്നതായ ഒരു സന്ദേശമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഇത് മാറ്റം തന്നു. നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ ഒരു മകനെ തിരിച്ചു കൊടുക്കാനിടയായി തന്നു. നഷ്ടപ്പെട്ടു പോയ ആ പഞ്ചായത്തിന് ഒരു വ്യക്തിയെ തിരിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞു. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കേരളത്തിനകത്ത് ഒരു വ്യക്തിയെ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് ഈ സുവിശേഷമാണെന്നുള്ളത് പരമയാഥാർത്ഥ്യമാണ്. എന്തിനു പറയണം? പൗരബോധത്തോടുകൂടി, അതേ മൂല്യത്തോടുകൂടി ജീവിക്കുവാൻ, എത്തിക്സോടുകൂടി ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി നിങ്ങളുടെ മുമ്പിൽ കാലൂന്നി നിൽക്കുവാറാക്കിയത് അത് ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ കൊണ്ട് പടഞ്ഞെടുത്തതായിരിക്കുന്ന മറ്റൊന്നുമല്ല. അത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ സന്ദേശമല്ല, ഏതെങ്കിലും ഒരു മതത്തിന്റെ ഗുരുക്കന്മാരുടെ പ്രസംഗമല്ല. അത് സത്യസുവിശേഷം മാത്രമാണ്. നസ്രയനായ യേശു ക്രിസ്തുവാണ് എന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം തന്നത്. ആ മാറ്റത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് വിളിച്ചു പറയുന്നു, അതേ, മാനസാന്തരപ്പെടുക, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കൊത്തിടുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം കൂടെ നിങ്ങൾ കേൾക്കുവാൻ പോകുകയാണ്. അല്പസമയം കൂടെ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.